ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നിതാ തിങ്കളാഴ്ച ദിവസം റയാന് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പല്ലുവേദനയ്ക്ക് നമ്മൾ ഇന്നലെ ഡോക്ടറെ കാട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ എന്താ പറയുക, പല്ല് ഡോക്ടർ അല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, പല്ല് ഡോക്ടറെ കാണിക്കാനും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ആ മരുന്ന് വേദനയുടെ മരുന്നായിരുന്നു. അത് കുറച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തായാലും ഇന്ന് സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകണം വെച്ചിട്ടാണ് കേട്ടോ, പല്ല് ഡോക്ടറെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഉമ്മ ഉണ്ണിപ്പം ചുട്ടീൻ്റെ കുറച്ച് ബാക്കി പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതോട്ട് ഉമ്മ കലത്തപ്പം രാവിലെ തന്നെ ചുട്ടിച്ചോക്കണം കേട്ടോ, വൈകുന്നേരത്ത് 4 മണിക്കടിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഉമ്മ മുതിര കേട്ടോ കഴുകണത്. മുതിര മറ്റേ ശർക്കര ഒക്കെ ഇട്ടിട്ട് പീങ്ങുമല്ലോ, അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ നമ്മളെ അമ്മമാരൊക്കെ എന്താ പറയുക, മുതിര ശർക്കര ഒക്കെ ഇട്ടിരുന്നിട്ട് ഉണ്ടാക്കി തന്നിരുന്നില്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വെച്ചിട്ടാട്ടോ. പിന്നെ റയ്യു ബേബിക്കാണെങ്കിലോ ഇടയ്ക്കടി വരും കേട്ടോ പല്ലുവേദന. എന്നാൽ ഇടയ്ക്ക് പല്ലുവേദന ഇല്ല കേട്ടോ. പക്ഷേ സ്കൂൾക്ക് പോകാതെ എന്താ പറയുക, പറഞ്ഞാൽ ഇവിടെ നിർത്തിയാൽ എന്താ പറയുക, വെയിലത്തേക്കും ഇറങ്ങിയിട്ടില്ല പല്ലുവേദന അധികമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഞാൻ കേക്കൊന്നും കൊടുത്തയക്കണില്ല കേട്ടോ. കേക്ക് കൊടുത്തയച്ച് കഴിഞ്ഞാൽ പല്ലുവേദന അധികമാവേണ്ട വെച്ചിട്ട് എന്താ പറയുക, കുറച്ച് പോപ്കോണൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതാക്കി കൊടുത്തു. പിന്നെ കിഴങ്ങും പിന്നെ അവൻ്റെ പാത്രങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് പുസ്തകങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ. സ്കൂൾക്ക് പറഞ്ഞയക്കാതെ അവിടെ നിർത്തിയാൽ എന്താണ്, കുറച്ച് നേരം കഴിഞ്ഞാൽ അതോട് മാറിയാൽ പിന്നെ എന്താണ് പറഞ്ഞു കൊടുത്തതൊക്കെ അവിടെ മറക്കും കേട്ടോ. പിന്നെ വെയിലത്ത് കൂടിയും കളിച്ചിട്ട് പിന്നെ ഉള്ളത് ആകെ സീനാകും കേട്ടോ. പിന്നെ നല്ല അപ്പം പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ റയ്യാന് കൊടുത്തിട്ട് പിന്നെ ഷേസുവിന് കൊടുത്തിട്ടാണ് കഴിക്കണത്. പിന്നെ ഇതാ ഇന്ന് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് കൊട്ടിയിട്ട് സെറ്റാക്കാൻ കേട്ടോ. പിന്നെ അധികം നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് തന്നെ കറക്റ്റ് 2 റൂമിൽ, ഈ റൂമിൽ 2 റൂമിലല്ല മറ്റേ റൂമിൽ വേറെ കളറും ഈ റൂമിൽ ഇത് കേട്ടോ. പിന്നെ ഇത് രണ്ടാണ് പിന്നെ എന്താണ് മെയിനായിട്ട് തന്നെ ഇടയിൽ. അപ്പോൾ ഇത് മാറ്റലൊക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് കഴുകി. ഇപ്പോൾ 3-4 വട്ടം കഴുകിയിട്ട് പിന്നെ ഉണങ്ങിയിട്ട് ഇത് തന്നെ ഇടയിൽ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ബെഡ്ഷീറ്റ് ഒന്ന് കൂടി എടുത്തിട്ട് കൊട്ടിയിട്ട് ഒക്കെ സെറ്റാക്കിയിട്ട് നേരെ ഒക്കെ റെഡിക്ക് മടക്കി വെക്കാൻ കേട്ടോ. ഇപ്പം പിന്നെ മഴക്കാലം ആവുകൊണ്ട് ഒരുപാട് പുതപ്പ് എന്താ പറയുക, ഷേസൂനും കുട്ടിക്കും ഞാനൊക്കെ പുതപ്പ് യൂസ് ചെയ്യും കേട്ടോ. മറ്റേ ചൂടാകുമ്പോൾ പിന്നെ പുതപ്പൊന്നും ആർക്കും വേണ്ടി വരില്ല. ഇപ്പോൾ മഴക്കാലം ആവുകൊണ്ട് എന്താ പറയുക, മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറിനോട് നല്ല തണുപ്പല്ലേ. അപ്പോൾ മറ്റേ കമ്പിൾ പുതപ്പും ചെറിയ പുതപ്പൊക്കെ ഉണ്ടാകും കൂടി വെതറി വലിച്ചിട്ട് കാട്ടോ. റയ്യാനോട് പോയതിൻ്റെ ശേഷമുള്ള എന്താ പറയുക, ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മറ്റേ റൂമിലും ഒരു കൊട്ടിയിലിൻ്റെ സാധനങ്ങൾ, ഒരു കൊട്ടിയിൽ ഷേസുവിൻ്റെ, അങ്ങനെ റയ്യാൻ്റെ എല്ലാതും പാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡ്രസ്സുകൾ ഇങ്ങോട്ട് എടുക്കും. പിന്നെ അതേപോലെ പഴയ പോലെ എന്താ പറയുക, അയക്കന്നെ അങ്ങോട്ട് വെക്കുക ചെയ്യൽ കേട്ടോ. പിന്നെ 2-3 ദിവസം കൂടുമ്പോഴുള്ളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് പിന്നെ മടക്കി സെറ്റാക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കുട്ടികൾ റയ്യാനും ഷെസാനും എനിക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ എടുക്കേണ്ടി വരുമ്പം എന്താ പറയുക, അതിനോട് എടുക്കും. പിന്നെ അതേപോലെ ഇങ്ങോട്ട് കുത്തിത്തിരിക്കി വെക്കും കേട്ടോ. പിന്നെ ഒരു എന്താണ് പറയുക, എനിക്ക് തോന്നുമ്പോൾ പിന്നെ ഒക്കെ സെറ്റാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കും കേട്ടോ. പിന്നെ റയ്യാനിപ്പോൾ എന്താണ് സുബേബിക്ക് പിന്നെ കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പന്തെടുത്തിട്ട് ഓനെന്നെ ഒറ്റ കളിക്കാം കേട്ടോ. പിന്നെ കളിക്കാൻ എല്ലാവരും ഉണ്ടെങ്കിൽ പുറത്ത് കളിക്കുകയാണെങ്കിൽ ഓനക്ക് പുറത്തേക്ക് പോകണം കേട്ടോ. ആരും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്താ പറയുക കളിച്ചോളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഒരു പാൻറ് ഇട്ടിക്കണം, അതിൻ്റെ മേലെ കൂടെ റയ്യാൻ്റെ പാൻറ് ഇട്ടിട്ട് കളിക്കുക കേട്ടോ. സംഭവം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എന്താ പറയുക, എനിക്ക് തിരുമ്പാനിങ്ങനെ ഓരോന്നും ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഇത് പുതിയത് എന്താ പറയുക, നല്ലൊരു പാൻറ്റാട്ടോ. അപ്പോൾ ഓൻ്റെ പാൻറ് ടീമൊക്കെ കൂടെ ഇടുക കേട്ടോ. പിന്നെ കുറച്ച് ഓനക്ക് പോപ്കോണൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടോ. അതേപോലെ എനിക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് പോപ്കോണൊക്കെ കഴിച്ചു കേട്ടോ. വീട് എന്താ പറയുക, അങ്ങനെ വലിയ വീടൊന്നുമില്ല കേട്ടോ. കുറച്ച് എന്താ പറയുക, ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ ഉള്ളത് നല്ല വൃത്തിയിലും എന്താ പറയുക, നല്ല ഒതുക്കത്തിലും കൊണ്ട് നടക്കണം കേട്ടോ. എൻ്റെ ഉമ്മക്ക് അങ്ങനെ തന്നെയാണ്. ഇനി പാടത്തെ വീട് അതിപ്പോൾ ഒരു ചെറിയ വീടാണ്. അതുതന്നെ എൻ്റെ ഉമ്മ എന്താ പറയുക, നേരാക്കിയിട്ടും വൃത്തിയാക്കിയിട്ടും അവിടെ തട്ടിയിട്ടും ഇവിടെ തട്ടിയിട്ടും അങ്ങനെ ഒരാളാണ് കേട്ടോ. അല്ലാതെ എൻ്റെ ഉമ്മക്ക് ഇങ്ങനെ വലിയ വാർപ്പിൻ്റെ വീട് വേണം നേരാക്കാനൊന്നുമില്ല. ആ ചെറിയ വീട് തന്നെ എൻ്റെ ഉമ്മ 24 മണിക്കൂർ എന്താ പറയുക ഒതുക്കിയിട്ടും തട്ടിയിട്ടും നേരാക്കിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വൃത്തിയുള്ള കൂട്ടത്തിലുള്ള കേട്ടോ എൻ്റെ ഉമ്മ. ചെറിയ വീടാണെങ്കിൽ അത് നല്ല ഒതുക്കത്തിലും വൃത്തിയിലും കൊണ്ട് നടക്കുന്ന ആളാണ് കേട്ടോ.
ക്കും തന്നെ എന്താ പറയുക എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ വീട് നല്ല നീറ്റായിട്ട് ഇരിക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അതങ്ങനെ എന്താ പറയുക മിക്കവാറും സംഭവിക്കലില്ല. കാരണം കുട്ടികളുണ്ടാകുമ്പോൾ ആകെക്കൂടി അലമ്പാക്കാരം കേട്ടോ. ഓരോന്ന് വലിച്ചിടും, പിന്നെ അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടിയിട്ടൊക്കെ ആകെക്കൂടി അലമ്പാക്കാരം. പക്ഷേ ഇല്ലാത്ത ടൈമിൽ നല്ല നീറ്റായിരിക്കും കേട്ടോ. അങ്ങനെ അടിക്കലും തുടക്കലും ഷേസ് ബേബിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരുമ്പാനൊക്കെ നിന്നു കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ പണികൾ കഴിഞ്ഞിട്ടോ. പിന്നെ നല്ല വത്തൽ മീനും പിന്നെ നല്ല മോര് കാച്ചി കുമ്പളങ്ങാക്കറിയും ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക 10 മണിക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം വിശക്കണൊക്കെ ഉണ്ട്. പിന്നെ ഷേസു ബേബി ആണെങ്കിലോ എൻ്റെ പിന്നാലെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓനിപ്പോൾ ഞാൻ വീഡിയോ എടുക്കും ക്യാമറ എടുക്കുകയൊക്കെ ചെയ്യണം കണ്ടിട്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ നിന്ന് എന്താ പറയുക എൻ്റെ ഒപ്പം എല്ലാത്തിനും ഉണ്ടാകും കേട്ടോ. ആരും എനിക്ക് കളിക്കാൻ അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ തന്നെ മുട്ടിത്തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു, നല്ല വത്തൽ മീനൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ടോ. റയ്യാൻ സ്കൂളിൽ ഇട്ട് വന്നിട്ട് ഓനെ പല്ല് ഡോക്ടറെ കാണിക്കണം. അങ്ങനെ നമ്മളിതാ എന്താണ് ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ തന്നെ ഡോക്ടർ കാട്ടിയപ്പോൾ പറഞ്ഞിരുന്നു പല്ല് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. കാരണം തൽക്കാലം ഓൻ്റെ വേദന ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പോയിട്ട് കാണിച്ചു കൊടുത്തതാണ്. ഇനി നമ്മൾ പല്ല് ഡോക്ടറെ കാണിക്കാൻ ഏലംകുളത്ത് കാട്ട പോണത്. സാലി ഡോക്ടർ അവിടെ എന്താണ് ഉള്ളത്. അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവനെ കാണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. 3 ദിവസം മരുന്ന് കുടിക്കാനായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക പൊത്തടക്കാമെന്ന് പറഞ്ഞിട്ട്, പിന്നെ ചെറിയ കുട്ടിയല്ലേ എന്താ പറയുക പല്ലെടുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ പൊത്തടച്ച് തരാം, വേദന മാറിയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞത്. പിന്നെ വന്നപ്പോഴത്തേന് ഞാൻ ഷേസു ബേബീനെ കൊണ്ടുപോയിരുന്നില്ല കേട്ടോ. ഓനിക്ക് ഞാൻ ഒരു മുട്ടായി കൊടുത്തിട്ട് ഓനെ അങ്ങനെ നല്ല ഹാപ്പി ആക്കിയിട്ട് പിന്നെ ഞാൻ അമൃതപ്പൊടി കുറുക്ക് ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഷേസു ബേബി കൊടുത്തു കേട്ടോ. ഷേസു ബേബി കൊടുത്തിട്ട് എന്താ പറയുക ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ വൈകുന്നേരം എന്താ പറയുക മുതിര മറ്റേ ശർക്കരയൊക്കെ ഇട്ടിട്ട് എന്താണ് മറ്റേ പീങ്ങി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും പൂളപ്പൊരി എടുത്ത് കഴിച്ചു കേട്ടോ. റയ്യാനാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ പല്ല് വരുത്താവുണ്ട് കേട്ടോ. ഞാൻ ഗുളിക ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എനിക്കാണെങ്കിൽ നല്ല വിശക്കണവും ഉണ്ടായിരുന്നു. അങ്ങനെ അതാ മുതിരയും കഴിച്ചു, പിന്നെ എന്താ പൂളപ്പൊരിയും ചായയും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇതിനൊക്കെ ഞാൻ ടൈം കണ്ടെത്തട്ടെ ചെയ്യൽ. ശരിക്കും എനിക്ക് കുട്ടികളെ പിന്നാലെ നടക്കല്ലാതെ വേറെ ഒന്നിനും ടൈം കിട്ടില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല.